KSEB എന്നല്ല, ഒരു ഭരണ സംവിധാനത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ സാധിക്കത്തില്ല. അതിനു വേണ്ടത് പൗരബോധത്തോടുകൂടി ഉണർന്നെഴുന്നേറ്റ് നിൽക്കാനുള്ള ജാഗ്രത ഉണ്ടാവും. കക്ഷി രാഷ്ട്രീയ സങ്കുചിത മനോഭാവങ്ങളൊക്കെ മാറ്റിവെച്ച് ഒറ്റ ലക്ഷ്യത്തോടുകൂടി വ്യക്തി താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് പോരാടാൻ തീരുമാനിച്ചാൽ ലോകത്തൊരു ശക്തിക്കും ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാനും കഴിയത്തില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും നമ്മൾ കണ്ടത്. ഈ ജനക്കൂട്ടം എന്തിനാണ് കൂടിയെന്നറിയില്ലേ? 2027 വരെ വൈദ്യുതി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEB റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ 111 പേജുള്ള ശുപാർശ കൊടുത്തു. അതിന്മേൽ നടന്ന പൊതു തെളിവെടുപ്പിൽ തടിച്ചുകൂടിയ ജനമാണിത്. 50-60 പേര് മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്ന സംവിധാനത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ പങ്കെടുത്തു. അവിടെ എല്ലാം ചെന്ന് ഇത് കൊള്ളയാണ് 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 എന്ന് ജനം പറഞ്ഞു. ഇന്നലെ റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാൻ KSEBയോട് പറഞ്ഞു, ആജീവനാന്തം ഇവിടെ വന്ന് ഈ വൈദ്യുതി ചാർജ് കൂട്ടണമെന്ന് പറയാതെ കുറയ്ക്കാൻ ഒരു ശുപാർശ കൊണ്ടുവരാൻ ചരിത്രത്തിൽ ആദ്യമാണ്. എന്തുകൊണ്ടാണ്? ജനം കൂടിയതുകൊണ്ടാണ്. ജനത്തിന്റെ വികാരം തള്ളിക്കളയാൻ കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി അവസാന ദിവസമാണ്. ഈ മാസം 11-ാം തീയതി തിരുവനന്തപുരം പ്ലാനറ്റോറിയം കോൺഫറൻസ് ഹാളിൽ രാവിലെ 11 മണിക്കാണ്. ഇതുവരെ ഇതിൽ പങ്കെടുക്കാത്തവർ, ഇതുവരെ മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും ഒപ്പമായവർ, ശരീരം കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കാത്തവർ അവിടെ കടന്നുപോവാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. നമുക്ക് അവിടെ വെച്ച് കാണാം. ജനകീയമായ ബദൽ സൃഷ്ടിക്കാം. എല്ലാ വിഷയങ്ങളിലും നമുക്കിങ്ങനെ ഒരുമിച്ച് നിൽക്കാം.